കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ എങ്ങനെ ആ പാർട്ടിയുടെ ഗതി മാറ്റി എഴുതി എന്നറിയണമെങ്കിൽ രണ്ട് പേരുകളിലൂടെ സഞ്ചരിക്കണം. വി.എസ്. അച്യുതാനന്ദൻ, പിണറായി വിജയൻ. CPM-ന്റെ ഉള്ളു കുലുക്കിയ ഈ വിഭാഗീയത കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല, മറിച്ച് അധികാരത്തിനായുള്ള പോരാട്ടവും പ്രത്യയശാസ്ത്രപരമായ ഭിന്നതയുടെ പ്രതിഫലനവുമായിരുന്നു. CPM-ന്റെ വളർച്ചയിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നവരായിരുന്നു VS-ഉം പിണറായിയും. എന്നാൽ 1990-കളുടെ അവസാനത്തോടെ പാർട്ടിക്കുള്ളിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടു. ആഗോളവൽക്കരണ നയങ്ങളെക്കുറിച്ചും വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചുമുള്ള നിലപാടുകളായിരുന്നു പ്രധാന ഭിന്നതയ്ക്ക് കാരണം. VS കൂടുതൽ തീവ്രമായ ഇടതുപക്ഷ നിലപാടുകൾക്കും തൊഴിലാളി വർഗ താൽപ്പര്യങ്ങൾക്കും വേണ്ടി വാദിച്ചപ്പോൾ പിണറായി വിജയൻ നയിച്ച വിഭാഗം ആധുനിക അജണ്ടകൾക്ക് ഊന്നൽ നൽകി. ഇതോടെ പാർട്ടി രണ്ട് ചേരികളായി തിരിഞ്ഞു, VS പക്ഷമെന്നും പിണറായി പക്ഷമെന്നും. ഈ വിഭാഗീയതയുടെ കനലെരിയുന്ന കാലഘട്ടമായിരുന്നു പിന്നീട്. പാർട്ടി സമ്മേളനങ്ങളിലും യോഗങ്ങളിലും പരസ്പരം വിമർശിക്കുകയും എതിർപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ സാധാരണമായി. ഇത് പാർട്ടി അണികളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. വിഭാഗീയതയുടെ തീവ്രത പലപ്പോഴും വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് വരെ എത്തി. ചാരക്കേസുമായി ബന്ധപ്പെട്ട് VS അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർക്കെതിരെ നടത്തിയ പരാമർശം പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചു. പിന്നീട് ടെലിവിഷൻ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും ഇരു വിഭാഗവും പരസ്പരം കടന്നാക്രമിച്ചു. ലാൽ സലാം വിവാദം ഇതിൽ ശ്രദ്ധേയമായിരുന്നു. പാർട്ടി നേതൃത്വം പലപ്പോഴും പിണറായി പക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു. VS-നെതിരെ അച്ചടക്ക നടപടികൾ തുടരെ വന്നു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളുടെ വ്യക്തമായ സൂചനയായിരുന്നു. എന്നാൽ ജനകീയ പിന്തുണയുടെ കാര്യത്തിൽ VS-നെ വെല്ലാൻ പിണറായി പക്ഷത്തിന് കഴിഞ്ഞില്ല. വിഭാഗീയത അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും 2006-ൽ ജനകീയ വികാരം മാനിച്ച CPM V.S. അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിതരായി. തൻ്റെ 83-ാം വയസ്സിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രി പദത്തിലിരിക്കുമ്പോഴും പാർട്ടിയിലെ ഒരു വിഭാഗവുമായി അദ്ദേഹത്തിന് കലഹിക്കേണ്ടി വന്നു. 2016-ൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ V.S. അച്യുതാനന്ദൻ സജീവ രാഷ്ട്രീയം വിട്ട ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി. ഇതോടെ CPM-നുള്ളിലെ VS പിണറായി ഗ്രൂപ്പ് പോരുകൾക്ക് പ്രത്യക്ഷത്തിൽ അറുതി വന്നുവെന്ന് പറയാം. എന്നാൽ പാർട്ടിക്കുള്ളിൽ അധികാരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങൾ തമ്മിലുള്ള സൂക്ഷ്മമായ തർക്കങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. V.S. അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഈ അധികാര പോരാട്ടം എങ്ങനെ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ സാമൂഹിക ഗതിയെ സ്വാധീനിക്കുമെന്ന് തെളിയിക്കുന്നു. കാലം വായിക്കാത്ത ഓർമ്മകളുമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ അധ്യായം എന്നും ഓർമ്മിക്കപ്പെടും. പൊളിറ്റിക്കൽ ഡെസ്ക്, ജനം.